നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്ത് ചെറിയ 2 ഫീച്ചർ ഞാൻ കാണിച്ചുതരാം. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 2 ചെറിയ ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. ഏതൊക്കെ നോക്കാം, വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇവിടെ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. ഒന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ ഒരു രൂപയുടെ ചിഹ്നം കാണും. ഈ രൂപയുടെ ചിഹ്നം കാണും. ഇനി ഏതെങ്കിലും വാട്സപ്പിൽ ഈ ഒരു രൂപയുടെ ചിഹ്നം ഇല്ലെങ്കിൽ നിങ്ങൾ വലതുഭാഗത്തുള്ള ഇത്തിരി ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഇവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് എന്ന് കാണാൻ സാധിക്കും. അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. രണ്ടും ഒന്നാണ്. നിങ്ങൾക്ക് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാം മൊബൈൽ റീചാർജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സാധാരണ നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണ്ടി ഫോൺ പേയോ അല്ലെങ്കിൽ ഗൂഗിൾ പേയോ ഒക്കെ ഉപയോഗിച്ച് മൊബൈൽ റീചാർജ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും UPI ആപ്പുകൾ ഉപയോഗിച്ച് നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യാറുണ്ട്. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് തന്നെ ഓപ്പൺ ചെയ്യുക. ഇവിടെ മൊബൈൽ റീചാർജ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ മുകളിൽ കാണിക്കും. അതാണ് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാനുള്ളതെങ്കിൽ അത് റീചാർജ് ചെയ്യുക. അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആരുടെ മൊബൈൽ നമ്പറാണോ റീചാർജ് ചെയ്യണമെങ്കിൽ ആ വ്യക്തിയുടെ പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ മൊബൈൽ നമ്പറാണ് അറിയുന്നതെങ്കിൽ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരത്താടെ ഇവിടെ റീചാർജ് എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സിം കാർഡ് ഏതാണെന്നുള്ള ഒരു ഡീറ്റെയിൽ ഇവിടെ കിട്ടും. നമ്മൾ ആദ്യം പോപ്പുലർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് ഓരോ റീചാർജിൻ്റെയും ഡീറ്റെയിൽ ഇവിടെ കിട്ടും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഓരോന്നിൻ്റെയും അവസാനം വലതു ഭാഗത്തേക്ക് ഒരു ഗ്രീൻ ബട്ടൺ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതൊക്കെയാണ് നമുക്ക് റീചാർജ് ചെയ്യാനുള്ളതെന്നും അതിൻ്റെ ഡേറ്റ്, അതിൻ്റെ ഏത് പ്ലാനാണെന്നും എത്ര രൂപയാണെന്നും ഏതൊക്കെ സർവീസുകൾ അതിനകത്ത് കിട്ടും എന്നൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ടുണ്ടാകും. ആ ഒരു പേയ്മെൻറ്റാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ താഴെ സെലക്ട് പ്ലാൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ വരുന്ന സമയത്ത് ഈ ഇടത് ഭാഗത്ത് കാണുന്ന ഈ ബോക്സിനകത്തൊന്ന് ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന ഭാഗത്ത് സെലക്ട് ദിസ് പ്ലാൻ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് സെൻഡ് പേയ്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കുന്നതിനകത്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഗൂഗിൾ പേ ഉണ്ട്, ഫോൺ പേ ഉണ്ട്, Paytm ഉണ്ട്. ഇങ്ങനെ എല്ലാ സൗകര്യമുണ്ട്. നിങ്ങൾ ഏതാണോ സ്ഥിരമായിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഗൂഗിൾ പേയിൽ നിന്നൊക്കെ റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ സർവീസ് ചാർജ് വരാറുണ്ട്. ഈ സർവീസ് ചാർജ് ഇതിനകത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മൊബൈൽ റീചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റേത് ആപ്പിലേക്കും പോകേണ്ട. നിങ്ങൾ വാട്സപ്പിനകത്ത് ഇരുന്നുകൊണ്ട് നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള UPI ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കും. ഇതൊന്നാമത്തെ ഫീച്ചറാണ്. രണ്ടാമത്തെ ഫീച്ചർ നമ്മൾ പരിശോധിക്കുന്നത്, നമ്മൾ പലപ്പോഴും പല ആളുകളും ശല്യം ചെയ്യാറുണ്ട്. മെസ്സേജുകൾ അയച്ച് ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടാക്കും. നിരന്തരം മെസ്സേജ് അയച്ചൊക്കെ ബുദ്ധിമുട്ടാക്കുന്ന ആളുകളുണ്ടാവും. അത്തരം ആളുകളെ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അവർക്ക് ശല്യമായിട്ട് വരുന്ന ആളുകൾ അവർ ബ്ലോക്ക് ചെയ്യും. എന്നാൽ ബ്ലോക്ക് ചെയ്യാതെ ചെറിയൊരു കാര്യം കാണിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ശല്യം നമ്മൾ അറിയില്ല. അവരങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമുക്കതുകൊണ്ടൊരു ബുദ്ധിമുട്ടുമില്ല. ഇനി അവരുടെ മെസ്സേജ് നമുക്ക് നോക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഫീച്ചർ വാട്സപ്പിനകത്തുണ്ട്. നേരത്തെ ഉള്ള ഫീച്ചറാണ്, പക്ഷേ അധികം ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പം ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഒരു വ്യക്തി ഞാനിവിടെ ജസ്റ്റ് കാണിച്ചു തരുന്നതിന് വേണ്ടി സെലക്ട് ചെയ്യാണ്. ഇവിടെ കാണാൻ മുകളിലൊരു വ്യക്തിയെ കാണാൻ സാധിക്കും. നമുക്ക് അതിനകത്ത് ആ വ്യക്തി ഒരു ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ലോങ് പ്രസ് പിടിക്കുമ്പോൾ ഇവിടെ മുകളിൽ നമുക്ക് ഇതുപോലെ താഴെ ഭാഗത്തേക്ക് ഇതുപോലെ ഒരു അരോമാർക്ക് കാണും. ആർക്കൈവ് എന്നാണ് ഈ ഒരു ഫീച്ചർ, ഈ ഒരു ഓപ്ഷന് പറയുന്ന പേര്. ഈ ആർക്കൈവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ നിന്ന് ആ വ്യക്തി അങ്ങ് മറഞ്ഞു പോകും. അതായത് അദ്ദേഹത്തെ നമുക്കിനി കാണാൻ സാധിക്കില്ല. ഇനി കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ നിന്ന് താഴോട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ ഏറ്റവും മുകളിൽ ആർക്കൈവ് എന്നൊരു ഫോൾഡർ ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ആ വ്യക്തി അവിടെ കാണാൻ സാധിക്കും. നമ്മൾ എത്ര പേര് വേണമെങ്കിലും ഇത്തരത്തിൽ ആർക്കൈവിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ മെസ്സേജ് ഇനി നമുക്ക് കാണാനേ സാധിക്കില്ല. അവർ മെസ്സേജ് അയച്ചാൽ നമുക്ക് നോട്ടിഫിക്കേഷനും വരില്ല. അതായത് നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ നിരന്തരം നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. ഈ ഒരു ആർക്കൈവ് എന്ന ഫീച്ചറിലേക്ക് നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ നോട്ടിഫിക്കേഷൻ വരില്ല. അവരെ നമുക്ക് ശല്യമായിട്ട് തോന്നുകയില്ല. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അയാളുടെ മെസ്സേജ് നോക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ആർക്കൈവ് എന്ന് മുകളിൽ കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ മെസ്സേജൊക്കെ അവിടെ കാണാനും അത് ഓപ്പൺ ചെയ്ത് മെസ്സേജുകൾക്ക് വായിക്കാനും മെസ്സേജ് റീപ്ലൈ കൊടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ശല്യമായി മാറുന്ന ആളുകളെ ബ്ലോക്ക് ചെയ്യേണ്ട. ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് അയാളോട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. അതവിടെ കിടന്നോളും. അവരുടെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വ്യക്തി നമുക്കിനി തിരിച്ച് നമ്മുടെ ഈ ഒരു ഇൻ്റർഫേസിലേക്ക്, നമ്മുടെ വാട്സപ്പിൻ്റെ മെയിൻ പേജിലേക്ക് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ ഈ ആർക്കൈവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ വ്യക്തി അവിടെ കാണാൻ സാധിക്കും. നമ്മൾ ആർക്കൈവിലേക്ക് മാറ്റിയ വ്യക്തിയെ കാണാൻ സാധിക്കും. ആ വ്യക്തി നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക, ആ വ്യക്തിയുടെ പേരിലോ നമ്പറിലോ. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ താഴെ ഭാഗത്തേക്ക് കണ്ട ആർക്കൈവിൻ്റെ ചിഹ്നം മുകളിലോട്ടാണ് ഇപ്പോൾ കാണുന്നത്. ജസ്റ്റ് ആ മുകളിലോട്ടുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി നേരത്തെ ഉണ്ടായിരുന്ന അതേ സ്ഥലത്തേക്ക് എത്തുകയും ആർക്കൈവ്ഡ് എന്ന ഫോൾഡർ നമുക്ക് റിമൂവ് ആവുകയും ചെയ്യും. അപ്പോൾ ഈ 2 മെത്തേഡ് വളരെ സിമ്പിളായിട്ടുള്ള 2 മെത്തേഡാണ്. പലർക്കും അറിയുന്ന ഫീച്ചറുകളായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.